ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഒരുപാട് സന്തോഷം നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരം വൈകിയിട്ടും വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കും കമന്റുകൾക്കും ഒരു മറുപടിയായിട്ട് വീഡിയോയുമായി എത്തിയത്. നാളത്തെ പഠിപ്പ് മുടക്കുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ അവധി ലഭിക്കും, അതിലൊരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇന്ന് രാവിലെ ഒരു 12 മണിക്കകത്ത് തന്നെ വന്നതാണ്. നാളെ സംസ്ഥാന വ്യാപകമായിട്ട് SFI സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പഠിപ്പ് മുടക്കുന്നു, സ്കൂളുകളെയും കോളേജുകളെയും ബാധിക്കും എന്ന്, അല്ലെങ്കിൽ അവരോടും പഠിപ്പ് മുടക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വന്നതാണ്. പ്രധാനമായും സർവകലാശാല ഗവർണറുടെ ചില നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഉള്ള നടപടിയാണ്. അതോടൊപ്പം അവരുടെ 30ഓളം പ്രവർത്തകരെ റിമാൻഡിൽ വെച്ചിട്ടുണ്ട് എന്നൊക്കെ അവരുടെ പ്രവർത്തകർ തന്നെ പറഞ്ഞ് ഇത്തരത്തിൽ പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തു. ഇനി പ്രധാനപ്പെട്ട കാര്യം, ആരെയൊക്കെ ബാധിക്കും, ഏതൊക്കെ ജില്ലകളെ ബാധിക്കും? നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുക, ഇത് മഴ അവധിയല്ല. ഏതൊക്കെ ജില്ലകൾ എന്ന് പറയുന്നത് സംസ്ഥാന വ്യാപകം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 14 ജില്ലകളും അതിൽ വരും. ഇനി ആരെയൊക്കെ ബാധിക്കും എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ കോളേജ് ക്യാമ്പസുകളും നാളെ എന്തായാലും അവധിയായിരിക്കും. ഇനി ക്ലാസ്സുകൾ തുടങ്ങിയാൽ പോലും സ്ട്രൈക്ക് വന്ന് ക്ലാസ്സുകൾ വിടുന്ന സാഹചര്യത്തിലേക്ക് മാറും. ഇനി അത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കോ പാർട്ടി ഇല്ലാത്ത കോളേജുകളിലേക്കോ SFI പഠിപ്പ് മുടക്കില്ല എന്ന് കൂടി മനസ്സിലാക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം ഏതൊക്കെ കോളേജുകളാണ് സെൽഫ് ഫിനാൻസിങ്, അതുപോലെ തന്നെ ഗവൺമെന്റ് പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇനി സ്കൂളുകളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില CBSE സ്കൂളുകൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂളുകൾ, മാനേജ്മെന്റ് സ്കൂളുകൾ, ഇവിടെ ഒന്നും പാർട്ടി ഇല്ല. അതായത് SFIയോ KSO ഏത് സംഘടന പുറത്തുനിന്ന് വന്നാലും അവിടെ അനുവദനീയമല്ല. അതുപോലെ തന്നെ ചില LP സ്കൂളുകളെല്ലാം കൊച്ചു കുട്ടികളാണ്. അവിടെ ഇത്തരത്തിൽ പൊളിറ്റിക്കലി അഫിലിയേറ്റഡ് ഉള്ള കുട്ടികളില്ല. അവിടെയും നാളെ സാധാരണ പോലെ ക്ലാസ്സുകൾ ഉണ്ടാകും, അധ്യാപകർ വരിക തന്നെ ചെയ്യും. അപ്പോൾ UP മുതൽ ഹൈസ്കൂൾ വരെയുള്ള, ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളിൽ തന്നെ ഈ മാനേജ്മെന്റ് സ്കൂള്, പ്രൈവറ്റ് സ്കൂളുകളിലെല്ലാം ക്ലാസ്സുകൾ സാധാരണ നടക്കും. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ പഠിപ്പ് മുടക്കത്തിലേക്ക് എങ്ങനെയാണോ നിങ്ങളെ വിട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം നിങ്ങളുടെ സ്കൂളിന് തന്നെ ചോദിക്കുക. നിങ്ങളുടെ സ്കൂളുകാരെ ഇത്തരത്തിൽ KSUവും SFIയും കാര്യം വന്ന് സ്ട്രൈക്ക് വിളിച്ചിട്ട് വിട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കും. പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ രാഷ്ട്രീയ സജീവമായിട്ടുള്ള ചില സ്കൂളുകളുണ്ടല്ലോ, അത്തരം സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കും. ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുക, ക്ലാസ് ടീച്ചറിനെ വിളിച്ച് ചോദിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് ഇത്ര സിമ്പിളായിട്ട് നിങ്ങളോട് ഇത്തരത്തിൽ സംവദിക്കുന്നത്. എന്തായാലും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ജില്ല ഏത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവധിയുണ്ടോ നിങ്ങൾക്ക് അവധിയുണ്ടോ എന്നൊന്നും ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. ഇതാണ് കാര്യം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.